ഡ്രോയിങ് സീരീസിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഡൂഡിൽ ആർട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു ഇല്യൂഷൻ ആർട്ട് അല്ലെങ്കിൽ ഒരു 3D ആർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒന്നുമില്ല, ഒരു റെക്റ്റാങ്കിൾ ബോക്സ് വരയ്ക്കുക, റെക്റ്റാങ്കിളോ സ്ക്വയർ ബോക്സോ വരയ്ക്കുക. എന്നിട്ട് അതിന് ഏതെങ്കിലും ഒരു ഡയഗണൽ വരയ്ക്കുക. എന്നിട്ട് ആ ഡയഗണലിൽ ഓരോ സെൻറ്റിമീറ്റർ വെച്ചിട്ട് പോയിൻ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഓപ്പോസിറ്റുള്ള രണ്ട് കോർണേഴ്സിൽ നിന്നും ആ പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തോട്ട് ലൈൻസ് വരയ്ക്കുക, സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കുക. ഞാൻ പറഞ്ഞത് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്നെനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങളിത് വീഡിയോ നോക്കി ഇതുപോലെ വരയ്ക്കുക. ഇനി വരച്ചതിന് ശേഷം ഈ കാണുന്ന പോലെ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലോട്ട് ഇങ്ങനെ കർവ്ഡായിട്ട് ഒരു സി ഷേപ്പ് അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോൾ ഇൻവെർട്ടഡ് സി പോലെ വരയ്ക്കുക. അതായത് അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പായിട്ട് ആ രണ്ട് പോയിന്റുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് റൗണ്ട് ഷേപ്പായിട്ട് വരച്ചാലും മതി. ഇത് ഞാൻ എന്താ പറഞ്ഞതെന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ കണ്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇനി ഇത് വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന പ്രോസസ്സ് ഇവിടാണ്. ഈ രണ്ട് ലൈൻസിനിടയിലായിട്ട്, അതായത് ഇവിടെ കുറേ ലൈൻസ് ഉണ്ട്, ഈ ഓരോ രണ്ട് ലൈൻസിനിടയിലായിട്ട് ഇതുപോലെ കർവ്ഡ് ലൈൻസ് വരയ്ക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സി അല്ലെങ്കിൽ ഒരു സി തിരിച്ചിടുന്ന പോലത്തെ ഷേപ്പല്ലേ വരുന്നത്, അതിങ്ങനെ വരച്ച് താഴോട്ട് പോവുക. ഇത് ഇവിടെ മാത്രമല്ല, ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ തന്നെ വരയ്ക്കണം. ഇപ്പം നമ്മൾ ഈ സൈഡിലൊരു ഇൻവെർട്ടഡ് സി ആണെങ്കിൽ അപ്പുറത്ത് യഥാർത്ഥ സി ഷേപ്പാണ് വരച്ചു പോകുന്നത്. പറയുന്നതൊക്കെ മനസ്സിലാവുന്നോ എന്തോ. എന്തായാലും ഈ ഒരു ഡ്രോയിങ്ങിൽ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് ഈ ഒരു സാധനം വരയ്ക്കാനാണ്, ഇത് വരയ്ക്കാനാണ് നമ്മൾ കൂടുതൽ ടൈം എടുക്കുന്നത്. അപ്പം ഡൂഡിൽ ആർട്ട് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നവർക്ക് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെന്താണ് നമ്മളുടെ ടൈം കൺസ്യൂമിങ് ആണ് ചിലപ്പോൾ, പക്ഷേ ഇതെന്താണ് നല്ല റിലാക്സിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. നമുക്ക് ടെൻഷനൊക്കെ ഒന്ന് മാറ്റാനൊക്കെ ആയിട്ട് വരയ്ക്കാവുന്ന വളരെ എളുപ്പം. അതായത് ഇത് വരയ്ക്കണമെങ്കിൽ വലിയ വരയോ ഒന്നും അറിയണമെന്നൊന്നുമില്ല, പെട്ടെന്ന് വരയ്ക്കാൻ പറ്റിയ ഒരു ആർട്ടാണ്. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വലിയ വ്യൂസൊന്നും ഇല്ല എങ്കിലും നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇത് കാണുവാണെങ്കിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇതിനകത്ത് ലാസ്റ്റത്തെ ആ ഒരു പോർഷനും കൂടെ വരയ്ക്കുകയാണ്. അപ്പോൾ അതും കൂടെ വരച്ച് നമ്മളുടെ ഇതിനകത്ത് ഏറ്റവും വലിയ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സ് തീരും. അങ്ങനെ അത് വരച്ചതിന് ശേഷം നമുക്കിനി വേണ്ടത് ആ നടുക്കത്തെ ഭാഗമില്ലേ, ഒരു സർക്കിൾ പോലത്തെ ആ ഭാഗത്ത് നമുക്ക് കളർ ചെയ്യണം. അതിന് ഇവിടെ ഞാൻ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ബ്ലാക്ക് ബ്രഷ് പെന്നാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, ഡോംസിൻ്റെ ബ്രഷ് പെന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ആ ഒരു റൗണ്ട് പോലത്തെ ഭാഗമെല്ലാം ഡാർക്കൺ ചെയ്ത് പോകും. ഞാനിവിടെ വരയ്ക്കാനായിട്ട് യൂസ് ചെയ്തത് ലൈൻസൊക്കെ വരയ്ക്കാനായിട്ട് ബ്ലാക്ക് ജെല്ലും, അല്ലാണ്ട് മറ്റേ ആ കൗഡായിട്ടുള്ള കുറേ ലൈൻസ് വരച്ചില്ലേ, അത് വരയ്ക്കാനായിട്ട് യൂസ് ചെയ്തത് ബോൾ പോയിൻറ്റ് പെന്നുമാണ് യൂസ് ചെയ്തത്. എന്നിട്ട് ഈ ഒരു ബ്ലാക്ക് കളർ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാനായിട്ട് ഇവിടെ യൂസ് ചെയ്തത് ഡോംസിൻ്റെ ബ്രഷ് പെന്നുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് വരച്ചതിന് ശേഷം നമുക്ക് ഒരു 3D എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ഇല്യൂഷൻ എഫക്റ്റൊക്കെ കൊടുക്കാനായിട്ട് പെൻസിൽ കൊണ്ടൊന്ന് ഷെയ്ഡ് ചെയ്യുക. അതായത് ആ ഒരു ഈ താഴോട്ട് പോയേക്കുന്ന രണ്ട് കുഴലുകളുടെ ഭാഗങ്ങളില്ലേ, കുറേ കുഴലുകൾ പോലെ അല്ലേ ഇരിക്കുന്നത്, അതിൻ്റെ സൈഡുകളിൽ എന്ത് ചെയ്യുക, ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അത് എല്ലാത്തിൻ്റെയും, അതായത് ഒരെണ്ണത്തിൻ്റെ മാത്രമല്ല എല്ലാത്തിൻ്റെയും സൈഡുകളിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. രണ്ട് സൈഡിലായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. ഇത് നല്ല രസമുള്ളൊരു പ്രോസസ്സാണ് ഈ ഒരു ഡ്രോയിങ്ങിൽ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഷെയ്ഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്തതെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് ഈ ഷെയ്ഡ് ചെയ്ത് ആ ഒരു പെൻസിലിൻ്റെ ഇതില്ലേ അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ബഡ്സാണ് യൂസ് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ സ്റ്റെമ്മോ അല്ല ടിഷ്യൂ പേപ്പർ എന്താണെന്ന് വെച്ചാൽ ഉള്ളത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഒരു 3D ലുക്കിലോട്ട് ആ ഒരു ഇമേജ് മാറും. ഈ ഒരു വീഡിയോയിൽ എത്രത്തോളം അത് എവിഡൻ്റായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു 3D ലുക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.